അത്യാവശ്യമുണ്ട്. നാളെ മറ്റോ വരാം. ഒരു 10 മിനിറ്റ് പ്ലീസ്. ഇതെന്താ നീങ്ങുന്നേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഇത് കഴിയാനല്ലേ അകത്തേക്ക് പറ്റുള്ളൂ. ആദ്യമൊക്കെ ചെറിയൊരു അസുഖം പോലെയൊക്കെ തോന്നി വരും. ഞാനിത് ആദ്യമൊന്നുമല്ല, ഇവിടെ ആദ്യമാണെന്നേ ഉള്ളൂ. അതിന് നേരം കുറവൊന്നുമില്ല. ഇങ്ങനെ എടുത്തോട്ടെ. ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. എത്രയാ ചാർജ് ചെയ്തത്? ഇക്കണക്ക് നിങ്ങൾ ഒരുക്കി വരുന്നത് പിന്നൊരിക്കൽ വരാതാവുമല്ലോ. എവളൊക്കെ പൂത്ത കാശേരി ചേച്ചി എന്ന് പറഞ്ഞ ഒന്നുകളയും ഞാൻ തന്നെ. ഞാൻ ആരാണെന്ന് വിചാരിച്ചത്? ആർക്കും ഒരു കൈവത്തമൊക്കെ പറ്റിയെന്നിരിക്കും. നീനാണോ കയ്യബദ്ധം? എന്താ പിന്നെ എന്താണോ കാണുന്നില്ലേ? എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് ഇവളോട് ചോദിക്കാൻ. ഉദ്ഘാടിപ്പിക്കാനാണെന്ന് പറഞ്ഞ് വന്നിട്ട് ഞാനിത് എന്റെ പിള്ളേരെ മുഖത്ത് എങ്ങനെ നോക്കും? കൊച്ചുങ്ങൾ അച്ഛൻ അറിയാതെയാണ് ഞാൻ വന്നത്. നേരത്തെ ഈ കാല് കോരി വെച്ചത് വല്ല ആശിക്കാൻ പറ്റും ആണോ എന്തോ. എല്ലാം കൂടെ പൊഴിഞ്ഞു പോയി മൊട്ടയാകുമോ ഭഗവാനെ? അയ്യോ, അമ്മ ബില്ല് താമോ. എവിടെ നിന്നാണ് നീ എല്ലാം പഠിച്ചത്? ഞാൻ പലയിടത്ത് നിന്നിട്ടുണ്ട്. നിന്ന് കാണും. ഒരിടത്ത് ഒരു ദിവസം നീവായിരിക്കും. അതൊന്നുമല്ല, ആവശ്യമുള്ള പണി ഞാൻ പഠിച്ചിട്ടുണ്ട്. തർക്കിക്കുണ്ടല്ലോ, അടിച്ച് ഞാൻ വെളിയിലാക്കും. അന്നാ ഷീനയുടെ അമ്മ വന്നിട്ട് അവരുടെ മുഖം എല്ലാം കൂടെ പൊള്ളി കുളിന്ന് ഞാനായതുകൊണ്ട് അവർ ക്ഷമിച്ചു. ഏതായാലും അതോടെ അവരിങ്ങോട്ട് വന്നിട്ടില്ല. മഴവഴക്കാരൻ ഒരു ഒറ്റ പെണ്ണുങ്ങൾ ഈ വഴിക്ക് കയറിയിട്ടില്ല. അറിയാവോ? വരാനുള്ളവരൊക്കെ വരുന്നുണ്ട്. പോട്ടെന്ന് ആ കുട്ടി സങ്കടം കൊണ്ട് എന്തെങ്കിലും പറയുന്നു വെച്ച് അച്ചായൻ പറയുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. ഇല്ലേല് അതെന്ന് തുടങ്ങി അച്ചായനോട് അനുസരണ. എനിക്കിഷ്ടമുള്ളവരെ ഞാൻ അനുസരിക്കും. അതുവരെയൊക്കെ നിങ്ങൾക്ക് എന്താ കാര്യം? എന്തൊക്കെയാ ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരില്? ഓ, അങ്ങനെ വരട്ടിയാലൊന്നും ഞാൻ വരളുകയല്ല. എനിക്ക് തൊഴിലറിയാം. ഇവിടെ അല്ലെങ്കിൽ വേറൊരിടത്ത് നിന്ന് ഞാൻ ജീവിക്കും. നിനക്കിവിടെ ശമ്പളമില്ല, ജോലിയില്ല. ഒന്ന് പോയി തരുന്നതിന് എന്തോ വേണം? വക്കച്ച, നീ മിണ്ടരുത് ഇവിടെ. ഇപ്പൊ നീ ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ ഞാൻ പോകാൻ തുടങ്ങുക. പോകുന്ന കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാം. കുട്ടി അപ്പുറത്ത് ഇരിക്കേ. അപ്പുറത്തന്നെ ഇരിക്കണ്ട, നീ കൊണ്ടുപോയ സ്ഥലം പൊട്ടേ വെക്കച്ചായ. അച്ചായനെ ഓർത്ത ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നത് തന്നെ. വക്കച്ച, നിനക്ക് എന്ത് തുടങ്ങി ഇതിനോട് ചിന്തതി? ചേച്ചി അനാവശ്യം പറയരുത്. ഇവളോടൊന്നല്ല, ശ്രീവർഗത്തിനോട് ഒറ്റ എണ്ണത്തിനോട് എനിക്ക് യാതൊരു സിമ്പതി ഇല്ല. ചേച്ചിക്ക് അറിയാമല്ലോ. അല്ലേ പിന്നെ ഞാനെന്താ ഇങ്ങനെ പെണ്ണുപോലെ കിട്ടാൻ നിൽക്കുന്നത്? ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻസ് വെച്ച് എന്തെങ്കിലും പറഞ്ഞു പോയാല് ഇതാ ഞാൻ അന്നേ പറഞ്ഞത്. ഈ ഗുരുമാർഗത്തോട് കൂടി ഞാൻ ചിത്തപ്പതി കേൾക്കേണ്ടി വരുമെന്ന്. തല കയറിയിരിക്കല്ലേ മാഡം? ഇത്രയും കാലവും ചാട്ടവും കളിയായിട്ട് നടന്ന് ഒരു വസ്തു പഠിച്ചിട്ടില്ല. പല തീർന്നിട്ട് ഒരു സിനിമ പോലും കാണുന്നുള്ളൂ എന്ന് ഡിസൈഡ് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് എനിക്ക് ഒന്നില്ലെന്നേ ഉള്ളൂ. അമ്മ വഴക്ക് പറയുന്നു. അവർക്ക് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഒന്നും ഇഷ്ടമല്ല. എനിക്ക് വീട്ടിലല്ല പ്രശ്നം. പുള്ളിക്കാരനാ. പുള്ളിക്കാരനോ? ആ, മാഡം അറിയില്ലേ? ആശയം എന്തെങ്കിലും കഴിഞ്ഞു. ഹാപ്പി ന്യൂസ്. ദീപ എന്താ കാണാത്ത? ഞാൻ വരാം. ഇവരാരും കിട്ടാത്തണ്ട. ഒരു കമ്പനിയിലാണ് ഇങ്ങനെ വെച്ചിട്ടാ. പാർലറിലേക്ക് അല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ അതുവഴി വന്നൂടെ? നിങ്ങളെന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിട്ടാ ഞാനിത് തുടങ്ങിയത് തന്നെ. ഞങ്ങൾ വന്നല്ലോ മാഡം.
നമ്മൾ ഈ സന്ധ്യയാകുന്ന നോക്കി കടയിൽ നിന്ന് വെച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല. പെണ്ണ് പോയിട്ട് പെണ്ണീച്ച പോലും ഈ വഴിക്ക് കിടക്കുന്ന കോളില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ആ ബോർഡില്ലേ, ഹോളിഡേ പാർലർ ക്ലോസ് എന്ന് പറഞ്ഞു വരണം, അതെടുത്ത് ആ ഗേറ്റിൽ തൂക്കിയേക്ക. എന്നിട്ട് അതവിടെ കിടന്നോട്ടെ. പണി ശരിക്കും അറിയാവുന്ന ഒരാളെ കിട്ടുന്നവരെ അടച്ചിട്ടേക്ക. ആളെ കിട്ടുന്നു. ഈ വേപ്പ് വന്ന് ഏറുന്നെല്ലാം കണക്കായിരിക്കും. അതൊക്കെ കിട്ടും. പത്രത്തിൽ ചെറിയ പരസ്യം കൊടുക്കുക, ഈ കിശിനത്തൊക്കെ പാസ്സായിട്ടുള്ള ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്താൽ മതി. പിറ്റേ ആളിങ്ങി വരും. അഥവാ ഇനി ആരും വന്നില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി തൂക്കി ധൈര്യമായിട്ട് ആക്രിക്കാർക്ക് കൊടുക്കാമല്ലോ. സൗകര്യം ഉണ്ടാവുമല്ലോ. സിറ്റിയില് വേറെ 1-2 പാർലറുകാരുണ്ടല്ലോ. അവരോട് ആരോടെങ്കിലും തിരക്കിയിട്ട് കിട്ടിയ വിലക്ക് ഈ സാധനങ്ങളും കൊടുക്കുകയായിരിക്കും ബുദ്ധി. അമ്മച്ചി അറിയാതെ ഞാൻ അവരിക്കും തിരക്കി നോക്കി. എന്നിട്ട് അവർക്കാർക്കും വേണ്ട. എന്റെ ടെൻഷൻ അതല്ല, ആരെങ്കിലും കസ്റ്റമേഴ്സ് കയറി പാവം അമ്മച്ച് വയസ്സുകാലത്ത് അടി കൊടുക്കുമെന്നാ. സംഭവിച്ചുകൂടായില്ല. എങ്ങനെ ഞാനെന്ന് പറഞ്ഞ സംശയം ഓർമ്മയുണ്ടോ? എന്ത്? ഇതിന് ഫോട്ടോ ഫോണുണ്ട്. ഇതിന് ഫോട്ടോ ഫോണുണ്ട്. ഷുവറാണോ? ഷുവറാ. അത് പോണത് മുഴുവൻ പെമ്പിള്ളേരുടെ പടങ്ങളാ. അതാരെടുക്കാൻ? അതെനിക്കറിഞ്ഞൂടാ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹെയർ ടോണിക്കാരുടെ പരസ്യത്തിന് വേണ്ടി എടുത്ത ആ നളികയുടെ കുറെ സെക്സി ഫോട്ടോസ് ഇല്ലായിരുന്നോ? അതിപ്പോ കാണാനില്ല. അമ്മ എന്തിനാ കാര്യമില്ലാതെ വിഷമിക്കുന്നത്? ബിസിനസ് ആവുമ്പോ അതിന് ഏറ്റവും കുറവൊക്കെ ഉണ്ടാവും. അതില്ലടാ, ഇപ്പൊ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുന്നു. കിട്ടിയ കാശ് മൂന്നും കൊണ്ടുപോയി വെറുതെ കളഞ്ഞു കുളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ലല്ലോ. ആരേലും ജോലി അറിയാവുന്ന പെൺപിള്ളേര് വരും, നമ്മുടെ കാര്യങ്ങളെല്ലാം നേരെയാവുകയും ചെയ്യും. ഓ വരുന്നു. ഇന്ന് 5 ആവുന്നു പരസ്യം കൊടുത്തിട്ട്. അമ്മച്ചി സമാധാനമായിട്ട് ഇടന്നുറങ്ങ. ആരെങ്കിലും വരുമെന്ന്. അങ്ങനെ ഏതോറിനും വഴിവെച്ചയ്ക്ക് വന്ന് കയറുകയെന്നാ തോന്നുന്നേ. ക്ലോസ്ഡ് ആണെന്നുള്ള ബോർഡ് അവിടെ തൂക്കിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ബ്യൂട്ടി പാർലർ ഇതല്ലേ? അതെ, പക്ഷെ സോറി, ഇന്ന് ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ അല്ല. ഓ ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ വന്നത് പേപ്പറിലെ പരസ്യം കണ്ടിട്ടാണ്. യു കെയിം ഫോർ ദ ഇന്റർവ്യൂ? യാ. ഐ സീ. എനിക്ക് അതെ, അത്രയ്ക്കൊക്കെ സന്തോഷിക്കാൻ വരട്ടെ. മറ്റവളും ഏതാണ്ട് ഇതേ സ്റ്റൈലിൽ എല്ലാം അറിയാവുന്ന ഭാവമായിട്ട് കയറി വന്നവളാ. അതുകൊണ്ട് കാര്യമായിട്ട് ഇന്റർവ്യൂ നടത്തി നോക്കിയിട്ട് മതി വേണോ വേണ്ടോ തീരുമാനിക്കാൻ. ഇന്റർവ്യൂ ചെയ്യാനും ഒരു അറിവ് വേണ്ടേ? അതിന് നമുക്ക് എല്ലാം അറിയാം. അതൊക്കെ നമുക്ക് നടത്താം. ചേച്ചി പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ആ മുറി പോയി ഗൗരവമായിട്ടിരിക്കും. നമുക്ക് നോക്കാം. Shall we come in? Yes. Yes. You can sit. Thank you, madam. എന്താ പേര്? ഫുള്ള് കൂടെ ഒന്നുമില്ലേ? മനസ്സിലായില്ല. സംതിങ് ലൈക്ക് മിനി മാത്യു, മിനി മേനൻ, മിനി നായ, മിനി ബേഗം. ഇല്ല, വെറും മിനി. ഇനിഷ്യൽ? യെസ് യെസ് മിനി. നേരത്തെ എവിടെയെങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സായിട്ടുണ്ടോ? കോഴ്സ് വരുന്നതാണ്, പാസ്സായിട്ടില്ല.
Where is the coloring mass of the skin found? It is found in the deepest layer of the stratum germinatum. I mean, the granular layer of the epidermis and the papillary layer of the dermis. യെസ് കറക്റ്റ്. What are the functions of the skin? It is protection, heat regulation, excretion, secretion, sensation, and absorption. You are right. ഈ കുത്തബ് മീനാറിന് എന്ത് ഉയരം വരും? Arunda, can you describe the structure of the sweat glands? Sweat glands. They consist of a coil base and a tube-like duct which forms a pore at the surface of the skin. കറക്റ്റ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? സിന്ധു നദീതട സംസ്കാരം. കേട്ടിട്ടുണ്ട്. അത് എന്നു മുതൽ എന്ന് വരെയായിരുന്നു? ഈ ജിറാഫില്ലേ, ജിറാഫ്, യെസ്. അതിന്റെ കഴുത്തിൽ എന്ത് നീളം വരും? ഫുൾ ഹൈറ്റിലെത്തുമ്പോ? സോറി, ഇറ്റ്സ് ഓൾ റൈറ്റ്. വേറെ എന്തെങ്കിലും ചോദിക്കുന്നോ? വേണമെന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കേ ഫോർ മീ. ഇന്റർവ്യൂ ഓവർ? യെസ്. ഇറ്റ് വാസ് സോ സിമ്പിൾ. ഇനി ശമ്പളത്തെ കുറിച്ച് ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. എനിക്ക് അങ്ങനെ വലിയ ശമ്പളം ഒന്നും തരാൻ ഒക്കത്തില്ല. സൽക്കാരം കഴിഞ്ഞുകൂടാനുള്ളത് എനിക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് പറയാം. എനിക്കൊരു 1000 rupees വേണം ടു സ്റ്റാർട്ട് വിത്ത്. 1000 രൂപയോ? നിങ്ങൾക്ക് 1000 രൂപ ശമ്പളം തരണമെങ്കിൽ ഇവിടെ എന്ത് വരുമാനം ഉണ്ടാവണം? അതിനൊക്കെ വരുമാനം ഉണ്ടാക്കി തരേണ്ടത് എന്റെ ജോലിയല്ലേ? അത് ഞാൻ ഉണ്ടാക്കി തരും. വരൂ. ഫീസില്ലേ? ഉണ്ട്. എന്താ ഇന്ന് വല്ലാതിരിക്കുന്നത്? അല്ല, ഞങ്ങള് പാർലർ ക്ലോസ് ചെയ്തോ? ഇല്ലല്ലോ. ആര് പറഞ്ഞു? ഏതായാലും നിങ്ങൾ വന്നത് കറക്റ്റ് ടൈമിനാ. ഞങ്ങളുടെ പുതിയ ബ്യൂട്ടീഷ്യനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. തിയറി ലെവൽ എക്സലന്റ്. പ്രാക്ടിക്കൽ സൈഡിലൂടെ നോക്കാൻ നിങ്ങളിൽ ഒരാളൊന്ന് ഇരുന്ന് കൊടുത്താൽ. ഞാനില്ല. അങ്ങനെ പറഞ്ഞു ഒഴിയല്ലേ പ്ലീസ്. ഒന്ന് സിമ്പിൾ ഹെയർ വാഷിങ്ങോ എന്തെങ്കിലും മതി. വീട്ടിലും തോന്നി അപ്പൊ ഇതിനേക്കാം. കൊള്ളാന്ന് ഇപ്പൊ അവളെ അറ്റൻഡ് ചെയ്യാം. ധൈര്യമായിട്ട് വന്ന് അങ്ങനെ വേദനയൊന്നും എടുപ്പിക്കില്ല. ഞാൻ ചെയ്യാം. മാഡത്തിന് വേണ്ടിയില്ലേ? എനിക്കൂടെ. സോറി, ഞാൻ സ്റ്റാഫായിട്ടില്ല. അതിനെങ്കിൽ അപ്പ കുട്ടി അറ്റൻഡ് ചെയ്യാം. ഞാൻ ഈ കുട്ടി ഇവിടെ ഉണ്ടാവോ? മിക്കവാറും. ഒന്ന്
ഉണ്ടെങ്കിൽ രാവിലെ ആദ്യത്തെ കേസായിട്ട് എന്റെ പേര് രജിസ്റ്റർ ചെയ്തോളണം. കൺഫേം? രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഞാൻ വർക്ക് ചെയ്യൂ. ഇതിനിടയിൽ 1 to 3 നോൺ ബ്രേക്ക്. വെനസ്ഡേ ഹോളിഡേ ആയിരിക്കും. സൺഡേ ഐ വിൽ വർക്ക്. പിന്നെ തൽക്കാലം എനിക്കൊരു അസിസ്റ്റന്റിനെ വേണം. അത് ഞാൻ തന്നെ റിക്രൂട്ട് ചെയ്യും. അതെന്തിനാ? എന്റെ ഒപ്പം അല്ലേ അവർ വർക്ക് ചെയ്യേണ്ടത്. അതിന് പറ്റിയ ആളാരാണെന്ന് എനിക്കല്ലേ അറിയാൻ പറ്റൂ. ആയിക്കോട്ടെ. അല്ല, ഈ കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്ത് നോക്കുക. എങ്കിൽ എന്ന് മുതൽ വർക്ക് തുടങ്ങാം? നാളെ തുടങ്ങാം. ഓക്കെ. ഇന്ന് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. എക്യുപ്മെന്റ്സ് മുഴുവൻ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം. അതിനൊക്കെ മുമ്പായിട്ട് മാഡം എന്റെ ഒപ്പം ആ ജംഗ്ഷൻ അപ്പുറത്തുള്ള ഹോസ്റ്റൽ വരെ വന്ന് ലോക്കൽ ഗാർഡിയനായിട്ടൊന്ന് സൈൻ ചെയ്ത് കൊടുക്കണം. ഞാനവിടെ എല്ലാം ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതിനെന്താ, വരൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങളല്ലേ മാനേജർ? നീയാണോ മാനേജറുടെ ഡ്രസ്സ്? സമയമായി വരുന്നില്ലേ ഉള്ളൂ. എത്രയാണ് കേൾക്കുന്നത്? 8 o'clock. ആണല്ലോ. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഉറങ്ങുമായിരുന്നോ? അല്ല, ഇന്ന് നല്ല വർക്കായിരുന്നു അല്ലേ? ഈ പെൺപിള്ളേരുടെ ഇടയിൽ ന്യൂസ് വരക്കുന്നത് എത്ര പെട്ടെന്നാണോ ഞാൻ ആലോചിക്കുന്നത്. സിറ്റിയിലെ സകല പെണ്ണുങ്ങളും ഇവിടെ പുതിയ ബ്യൂട്ടീഷ്യൻ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ ആഫ്റ്റർനൂണും ഫുള്ളാ. എവിടെ വന്നിട്ടാ അതിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തത്? അതെ, എന്തൊക്കെ പറഞ്ഞാലും പെണ്ണിന് ഹെഡ് വെയിറ്റ് സ്വപ്പം കൂടുതലാ. ഹെഡ് വെയിറ്റ് മാത്രമല്ല, പൊതുവെ സ്വല്പ വെയിറ്റ് കൂടുതലാ. ഇല്ല നിങ്ങളെ എന്നൊക്കെ എനിക്ക് പിടിച്ചായിയൊന്നുമില്ല. നേര് പറഞ്ഞു എനിക്ക് അതിനെ ഇഷ്ടമായി. അങ്കിളിനോ? പെണ്ണുങ്ങളെല്ലാം കള്ളികളാ. അതല്ല ചോദിച്ചത്, ഈ കൊച്ചിന്റെ കാര്യമാണ്. അത് വന്നതിൽ പിന്നെ ഇതൊരു സ്ഥാപനമായി. നേരം വിളക്കുമ്പോ പാൻറ്റും വലിച്ചേരിക്കൊണ്ടിരിക്കുന്നതിന് ഒരർത്ഥമുണ്ട്. അതിന്റെ പോസും അവക്കുണ്ട്. അവളുടെ നടപ്പും ഭാവം കണ്ട അവിടെ ലോകം കീഴ്മേൽ മറിച്ചുകളയെന്ന് തോന്നും. എനിക്കൊരു അപേക്ഷയുള്ളൂ. നിങ്ങളെല്ലാം കൂടെ അതും പറഞ്ഞ് ആ കൊച്ചിനെ പിടക്കി വിടരുത്. അവൾ ഇവിടത്തേക്ക് ഒരു അസറ്റാ. 4 പേരുടെ പണിയാ അവൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അത് മാനേജിംഗ് ഡയറക്ടറിലെ ലുപ്സോടി. ഞാൻ അവളോട് എന്നും പറയാ,
ഒന്നോ രണ്ടോ പേരെ കൂടെ സഹായത്തിൽ നിർത്താൻ പറ്റിയ ആളെ കിട്ടട്ടെന്ന് പറഞ്ഞ് അവളാ വീട്ടിൽ കിട്ടിക്കൊണ്ട് പോണത്. മാനേജിംഗ് ഡയറക്ടർ